ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് സംസ്ഥാനത്ത് നടക്കുന്നത്. നമുക്കറിയാം, മുരാരി ബാബു അറസ്റ്റിലായതിനു ശേഷം പറഞ്ഞ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ അല്ലെങ്കിൽ സ്വർണം കൊണ്ടുപോയി വിറ്റ ഗോവർദ്ധൻ, അദ്ദേഹമൊക്കെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് രാജ്യത്തോട്, അതായത് ഹൈദരാബാദ്, ബാംഗ്ലൂര് അടക്കം പല സ്ഥലങ്ങളിലും SITയുടെ അന്വേഷണം പുരോഗമിക്കുകയാണ്. മാത്രമല്ല, ഈ മുരാരി ബാബുവിനെ പെരുന്നയിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുവരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വീട് മുഴുവൻ തേക്ക് തടിയാണ് എന്നാണ് SIT പറയുന്നത്. അത് കണ്ട് അവർ പോലും ഞെട്ടിയെന്നാണ് പറയുന്നത്. 2 കോടിയുടെ വീടാണ്. ഒരു ഗാർഡായിട്ട് 30 വർഷങ്ങൾക്ക് മുമ്പ് ജോലി കയറിയ ഒരാൾ ഈ 2019 ശേഷം നിർമ്മിച്ച വീടിന്റെ വില എന്ന് പറയുന്നത് 2 കോടി രൂപയാണ്. അപ്പോൾ ഇതിനൊക്കെയുള്ള പണം എവിടെ നിന്നാണ് കിട്ടിയത്? പല അമ്പലങ്ങളിലും കവർച്ചയും കൊള്ളയും ഒക്കെ മുരാരി ബാബു നടത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ, നമുക്കറിയാം, ഈ ആചാര ലംഘനവുമായി ബന്ധപ്പെട്ട നാമജപ ഘോഷയാത്രയൊക്കെ നടത്തി. പക്ഷെ എന്തുകൊണ്ടാണ് ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധങ്ങളൊന്നും പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന്, അതായത് BJPയുടെയും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു വലിയ ചോദ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ സാധാരണ ഈ അയ്യപ്പൻ, ശബരിമലയൊക്കെ ബന്ധപ്പെട്ട് BJP പ്രതികരണങ്ങളൊക്കെ നടത്തേണ്ടതാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ സംഘടിപ്പിക്കേണ്ടതാണ്. പക്ഷെ എന്തുകൊണ്ടാണ് BJP അത്തരത്തിലൊരു നീക്കത്തിന് തയ്യാറാവാത്തത്? CPM-ഉം കേന്ദ്രവും തമ്മിലുള്ള, അല്ലെങ്കിൽ BJP CPM കൂട്ടുകെട്ടാണോ ഇതിന്റെ പിന്നിൽ എന്നൊക്കെയുള്ള വലിയ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ആ ചോദ്യങ്ങൾക്കൊക്കെ ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഉത്തരം കിട്ടിയിരിക്കുന്ന BJP സംസ്ഥാനത്തെ, അല്ലെങ്കിൽ തലസ്ഥാനത്തെ ഇളക്കി മറിച്ചിരിക്കുകയാണ്, വിറപ്പിച്ചിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം BJPയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം CPM-നെ വല്ലാതൊന്നും അല്ല ഭയപ്പെടുത്തിയിരിക്കുന്നത്. വല്ലാതെ CPM ഭയപ്പെടുന്നുണ്ട്. കാരണം 2019 ദേവസ്വം മന്ത്രിയായിരുന്ന ആളും പിന്നീട് വന്ന ദേവസ്വം പ്രസിഡന്റുമാരും ദേവസ്വത്തിലെ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ചേർന്ന് ഒരു വലിയ കൊള്ള നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ SIT അന്വേഷിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധമാണ് BJP സംസ്ഥാനത്ത് നടത്തിയത് എന്നുള്ളതാണ്. അതായത് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചുകൊണ്ടുള്ള BJPയുടെ പ്രതിഷേധം വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൈപൊള്ളി പിണറായി സർക്കാർ, ഇറങ്ങിവാട കാട്ടുകള, അയ്യപ്പനെ വിറ്റ പരനാറി എന്ന് കേട്ടാലറയ്ക്കുന്ന പുളിച്ച തെറി വിളിച്ചും പിണറായി വിജയനെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ് BJP സെക്രട്ടേറിയറ്റിൽ ഇരച്ചെത്തി BJP വലിയ സമര പരമ്പരയാണ് പുറത്തെടുത്തിരിക്കുന്നത്. കൊള്ളയുടെ നിർണായകമായ വിവരങ്ങൾ SIT ഹൈക്കോടതിയിൽ അറിയിച്ചിരുന്നു. ആ വാർത്ത കൂടി പുറത്തു വന്നതോടെ സർക്കാരിന് നെഞ്ചെടുപ്പ് കൂടുകയാണ്. ഇരട്ടച്ചങ്ക് പോയിട്ട് ഓട്ടച്ചങ്ക് പോലും പ്രവർത്തിക്കാത്ത അവസ്ഥയിലാണ് മുഖ്യമന്ത്രി ഇപ്പോൾ. നിനക്കൊന്നും വിശ്വാസമില്ല, പക്ഷേ ദൈവത്തിന്റെ സമ്പത്ത് കൈയിട്ട് നക്കണമല്ലേ എന്ന് ചോദിച്ചാണ് സെക്രട്ടേറിയറ്റിന് പുറത്ത് BJP യുദ്ധം നടത്തുന്നത്. സ്വർണ്ണപ്പാളികളിൽ നിന്ന് വേർതിരിച്ച സ്വർണം കർണാടകയിലെ സ്വർണ്ണ വ്യാപാരിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി വിറ്റു എന്ന് തെളിഞ്ഞിരുന്നു. ബെല്ലാരിയിലെ ഗോവർദ്ധൻ ജ്വല്ലറിയിൽ നിന്ന് ഇത് കണ്ടെടുക്കുകയും ചെയ്തു. ഈ വാർത്തകൾ കൂടി പുറത്തായതോടെ സമരത്തിന്റെ മുഖം മാറുകയും പ്രതിഷേധം യുദ്ധമായി മാറുകയും ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി മുതൽ BJP രാപ്പകൽ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആരംഭിച്ചിരിക്കുകയാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും മുതിർന്ന സംസ്ഥാന നേതാക്കളും കനത്ത മഴയിലും റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. അതിന്റെ തുടർച്ചയാണ് ഇന്നത്തെ സമരം. സെക്രട്ടേറിയറ്റ് വളഞ്ഞ് BJP സമരം ആളിക്കത്തിക്കുന്നു. മഴ പെയ്തിട്ടും പ്രതിഷേധക്കാർ പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല. മാത്രമല്ല, റോഡിലൂടെ ഒരു വാഹനം പോലും ഇവർ കടത്തിവിടുന്നുമില്ല. പോലീസിന് പദം വന്നിരിക്കുകയാണ്. പ്രതിഷേധക്കാരെ നേരിട്ട് മന്ത്രിമാരും മറ്റും സെക്രട്ടേറിയറ്റിന്റെ പിൻവാതിലിലൂടെയാണ് ഇപ്പോൾ പുറത്തേക്ക് പോകുന്നത്. മുഖ്യമന്ത്രിയെയും പിന്നാമ്പുറത്തുകൂടി ഇറങ്ങി ഓടുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആശാവർക്കർമാർ സമരം കത്തിച്ചു. പിണറായിയെ പ്രാഗിക്കൊണ്ടായിരുന്നു അവർ സമരം നടത്തിയത്. അതിന്റെ ക്ഷീണം തീരും മുമ്പ് അടുത്ത സമരവേലിയേറ്റവും പിണറായിക്ക് തെറിവിളിയും സെക്രട്ടേറിയറ്റ് പരിസരത്ത് ആർക്കും അടുക്കാൻ പറ്റാത്ത അവസ്ഥയുമാണ് ഇപ്പോഴുള്ളത്. ദൈവത്തിന്റെ സ്വർണം മോഷ്ടിച്ച ലോകത്തിലെ ആദ്യത്തെ സർക്കാർ പിണറായി സർക്കാരാണെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ PK കൃഷ്ണദാസ് പറഞ്ഞു. ഈ സർക്കാർ രാജിവെച്ച് പുറത്തു പോകേണ്ട സമയം അതിക്രമിച്ചു. പോറ്റി ഉപയോഗിച്ചാണ് പിണറായി സർക്കാർ സ്വർണം മോഷണം നടത്തിയത്. സ്വർണം എന്നത് മുഖ്യമന്ത്രിയുടെ ദൗർബല്യമാണ്. പോറ്റിയല്ല, പോറ്റിയെ പോറ്റി വളർത്തിയ പിണറായി വിജയനെയും CPM നേതാക്കളെയുമാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യേണ്ടത്. ഇപ്പോഴത്തെ അന്വേഷണം തന്ത്രിമാരിലേക്കാണ് പോകുന്നത്. തന്ത്രിമാരല്ല, മന്ത്രിമാരാണ് സ്വർണം കട്ടതെന്നും PK കൃഷ്ണദാസ് പറയുന്നു.
ദേവസ്വം മന്ത്രി രാജിവെക്കണം, ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രതിഷേധക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. ദേവസ്വം ബോർഡിലെ കഴിഞ്ഞ 30 വർഷത്തെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്ര ഏജൻസി വഴി അന്വേഷിക്കണമെന്നും എല്ലാം ദേവസ്വം ബോർഡുകളിലും അടിയന്തരമായി CAG ഓഡിറ്റ് നടത്തണമെന്നുമാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. അവിടെയുമുണ്ട് ക്യാമറ, അവിടെയുമുണ്ട് പോലീസ്. 18ാം പടിയുടെ താഴെ ക്യാമറയുണ്ട്, തോക്കേന്ത്യ പോലീസുണ്ട്. അവിടെയെല്ലാം പ്രിയമുള്ളവരെ ക്യാമറയുമുണ്ട്. പക്ഷേ ആ ക്യാമറകളുടെ കണ്ണുകെട്ടി അവിടെ നിൽക്കുന്ന പിണറായി പോലീസിന്റെ കണ്ണുകെട്ടി അവരുടെ കാതുകൾ മൂടി അവരെ വെറും പാവകളായി നിർത്തിക്കൊണ്ട് കട്ടുകൊണ്ടുപോയ അയ്യപ്പന്റെ സ്വർണം അതാരാണ് എന്ന് കണ്ടെത്തണം. അതാണ് ഈ സമരത്തിലൂടെ ഞങ്ങൾക്ക് ഈ ഭരണശിക്ഷാ കേന്ദ്രത്തിൽ ഇരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്. മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി കൂടിയാണ്. അപ്പൊ മുഖ്യമന്ത്രി തീർച്ചയായിട്ടും ഇതിന് ഉത്തരം പറയണം എന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന ബഹുമാനീയരായ പോലീസ് ഉദ്യോഗസ്ഥരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. ഈ സമര സ്ഥലത്തേക്ക് വരുന്നതിന് ഇവിടെ പ്രദേശങ്ങളിൽ ഞങ്ങളുടെ പ്രവർത്തകന്മാർ വാഹനത്തിൽ വന്ന് അവർ ഇവിടേക്ക് വരാൻ കഴിയാതെ കാത്തു നിൽക്കുന്നുണ്ട്. അവരെ ഇവിടേക്ക് പ്രവേശിപ്പിക്കുവാൻ വേണ്ടി അവരെ സഹായിക്കാൻ നിൽക്കുന്ന BJPയുടെ വാളണ്ടിയർമാരെ അവർ പറയുന്ന നിർദ്ദേശത്തിന് ഈ സമയം അനുമതി കൊടുക്കണം. പ്രവർത്തകന്മാർക്ക് ഇവിടേക്ക് വരുന്നതിന് അനുവാദം കൊടുത്തുകൊണ്ട് ഈ സമരത്തെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഏറെ വിനയത്തോടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ പ്രവർത്തകന്മാർക്ക് ഈ പ്രക്ഷോഭ സൗകര്യം പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആവർത്തിച്ച് അയ്യപ്പ 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 എന്ന് വിളിച്ച് അവരെ അകത്തേക്ക് കടത്തിവിടാൻ ആവശ്യപ്പെടുകയാണ് എന്നാണ് പറയുന്നത്. എന്ന് ആലോചിച്ച് നോക്കണം. CPMന്റെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെയാണ് BJP ഇത്ര വലിയൊരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. സ്വർണ്ണക്കള്ളന്മാരാരും എന്താണ് ശബരിമലയിൽ ഉണ്ടാകണ്ട, ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം. ഇത് കാലാകാലങ്ങളായുള്ള വിശ്വാസ സമൂഹത്തിന്റെ ഒരു ആവശ്യമാണ്. ഇപ്പോ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും അവർക്ക് അവരുടേതായ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ ആരാധനാലയങ്ങൾ സംരക്ഷിക്കാൻ അവർക്ക് തന്നെ ആളുകളുണ്ട്. ഹിന്ദുവിന്റെ മുതൽ അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ആചാരങ്ങളിൽ നിന്ന് പണം വരുന്ന ക്ഷേത്രങ്ങൾ മുഴുവൻ ദേവസ്വം ബോർഡ് കൈക്കലാക്കി വെച്ചിട്ട് അവിടെ നിന്ന് പണം അടിച്ചു മാറ്റുന്ന രീതി, ഇത് മറ്റ് സമുദായക്കാരല്ല, ഹിന്ദുക്കൾ തന്നെയാണ്. ഇപ്പൊ മുരാരി ബാബു ഹിന്ദുവാണ്, ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ക്ഷേത്രത്തിലെ ശാന്തിക്കാരനായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോ ഇത്തരത്തിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഹിന്ദു വിശ്വാസം വച്ചു പുലർത്തുന്നവർ തന്നെയാണ് ഇത് മുഴുവൻ കട്ടതും മോഷ്ടിച്ചതും കൊണ്ടുപോയി വിറ്റതും എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഇരിക്കുന്ന അയ്യപ്പൻ പോലും, സ്വർണം പൂശിയ അയ്യപ്പൻ പോലും യാഥാർത്ഥ്യമാണോ എന്ന് ഈ കേരളത്തിലെ അല്ലെങ്കിൽ വിശ്വാസ സമൂഹം ചെക്ക് ചെയ്യണം എന്നാണ് പറയാനുള്ളത്. കാരണം അതിനെപ്പോലും അവന്മാർ മറിച്ച് വിൽക്കാൻ സാധ്യതയുണ്ട്. പണത്തിന് വേണ്ടി ദൈവങ്ങളെ പോലും വിൽക്കാൻ, ദൈവത്തിന്റെ മുതൽ പോലും വിൽക്കാൻ മടിയില്ലാത്തവർ അയ്യപ്പനെയും വിൽക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അക്കാര്യത്തിലുള്ള പരിശോധന കൂടി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.